ലോക ശ്രദ്ധ മുഴുവനും വെനൂസിലയിലായിരുന്നു. അവിടുന്ന് ഒരു വലിയ ഷിഫ്റ്റാണ് ഇപ്പം ഇറാനിലോട്ടുണ്ടായിരിക്കുന്നത്. ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. ഇറാനിയൻ ആധ്യാത്മിക നേതാവ്, അവരുടെ സുപ്രീം സ്പിരിച്വൽ ലീഡർ അലി ഖമൈനി, അദ്ദേഹം ഇറാൻ വിടാൻ തയ്യാറാകുന്നു എന്നാണ് ലണ്ടൻ ടൈംസ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത്. മനസ്സിലാക്കുക, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ലണ്ടനിൽ ഇരുന്നല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ടെഹ്റാനിൽ നിന്ന്. അപ്പം ടെഹ്റാനിൽ നിന്ന് 2 ജേർണലിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഖമൈനിയുടെ സോഴ്സും മസൂദ് പെഷഷ്കാന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടവരെ കോട്ടും അൺകോട്ടും ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഖമൈനി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, 20ഓളം പേര് ബന്ധുക്കൾ, അതേപോലെ തന്നെ അയാളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടചേർന്ന് വർക്ക് ചെയ്യുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ആർമി, അതിൻ്റെ ആൾക്കാരുൾപ്പെടെയാണ് റഷ്യയിലോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടികൾ തയ്യാറാക്കുന്നത്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഖമൈനി അവിടുന്ന് പോയില്ല എങ്കിൽ, കാരണം അതാണ് അമേരിക്കൻ ത്രെട്ട്, അമേരിക്കൻ പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. അതാണ് ട്രംപ് അനൗൺസ് ചെയ്തത്, ഇപ്രാവശ്യം പ്രതിഷേധക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊല്ലാൻ പാടില്ല, നിങ്ങൾ കൂടുതൽ ആളുകളെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ, അതായത് അമേരിക്കൻ ആർമി ഡിഫൻസ് ഫോഴ്സ് ലോക്ക്ഡ് ആണ്, റെഡി ടു ആക്ട് ആണ്, ലോഡഡ് ആണ്, ഏത് സമയം ഇടപെടാം. അപ്പൊ ചോദ്യം വരിക, എന്തുകൊണ്ടാണ് ഖമേനി പോകാൻ തയ്യാറെടുക്കുന്നത്? ഉറപ്പായിട്ടും പറയാം, ഖമേനി അവിടുന്ന് പോയില്ല എങ്കിൽ, അതായത് ഷിയ ഭരണകൂടം അവിടുത്തെ ഇറാനിലെ ഭരണം അവസാനിപ്പിച്ച് പോയില്ല എങ്കിൽ അയാൾ 1-2 ദിവസം കഴിയുമ്പോൾ ഇസ്രായേൽ താഴ്ത്തും. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഇത്ര ദിവസം നീണ്ടു നിന്ന യുദ്ധം, ഏകദേശം 12-11 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഇയാളെ ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് അമേരിക്കയോട് ചോദിച്ചു ഇയാളെ തട്ടട്ടെ. അമേരിക്ക അത് വീറ്റോ ചെയ്തു, തട്ടരുത് എന്ന് പറഞ്ഞു. കാരണം അയാൾ ഷിയ കമ്മ്യൂണിറ്റിയുടെ ആധ്യാത്മിക നേതാവാണ്, തട്ടരുത്, ബാക്കിയുള്ളതെല്ലാം ചെയ്തോളൂ. മസൂദ് പെഷഷ്കാന്റെ കീ ആയിട്ടുള്ള ആൾക്കാരെയും ഇയാളെ തട്ടരുത്, കാരണം രാജ്യമില്ലാതായിപ്പോ. ഇതുകൊണ്ടാണ് തട്ടാതെ മറ്റുള്ള മിലിറ്ററി കേപ്പബിലിറ്റീസ്, അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പലയിടത്തും അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, അമേരിക്ക വാൺ ചെയ്തിരിക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഈ ഷിയ ലീഡർ ഇറാനിൽ നിന്നും പോകുന്നില്ല എങ്കിൽ ഈ അലി ഖമൈനിയെ തട്ടും. കാരണം അവിടുത്തെ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താൻ പറ്റാത്ത രീതിയിലായി. ആ രാജ്യം മുഴുവനും പ്രക്ഷോഭമായി. അതിനേക്കാളുപരി പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ തുടങ്ങി. IRGCയുടെ പല പട്ടാളക്കാരും ഈ ഗവൺമെൻറ് പറയുന്ന പോലെ, അതേപോലെ ഷിയ ഭരണകൂടം പറയുന്ന പോലെ, പ്രത്യേകിച്ച് അലി ഖമൈനിയുടെ ആൾക്കാർ പറയുന്ന പോലെ റിയാക്ട് ചെയ്യുന്നില്ല. പോലീസിനാണ് കൺട്രോൾ. കാരണം പട്ടാളം പല രീതിയിലും ഇവരോട് ഉടക്കി നിൽക്കുകയാണ്. അതായത് IRGCക്കകത്ത് പെർഫെക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ഉണ്ടായി. കാരണം ഒരു രാജ്യം സാമ്പത്തികമായിട്ട് താറുമാറായി നാശമായി. ഇതാണ് അതിൻ്റെ കാര്യം. അവസാനം എന്താണ്, ഇന്നലെ അലി ഖമൈനിയും ഈ പ്രതിഷേധക്കാരെ വിളിച്ചു വരുത്തി ആദ്യമായിട്ട് ഡിസ്കഷൻ നടത്തി. അതൊക്കെ ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിഷേധക്കാരോട് അവിടുത്തെ ആധ്യാത്മിക നേതാവ് വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഓഫർ ചെയ്തു ഓരോ ആൾക്കാർക്കും 5 പൗണ്ട്, ഏകദേശം 1500 ഇന്ത്യൻ കറൻസി വെച്ച് കൊടുക്കാം, അവർ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറാൻ. മനസ്സിലാക്കുക, ഇറാനിയൻ ഭരണകൂടം വളരെ സീനിയർ ആയിട്ടുള്ള പല പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തു, പല ആൾക്കാരെയും ജയിലിലടച്ചു. വലിയ താണ്ഡവം ആടിയിട്ടൊന്നും ഇത് നിൽക്കുന്നില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ ഇസ്രായേൽ ഇറാൻ വാർ നടന്നു കഴിഞ്ഞപ്പോൾ, അതിന് മുമ്പ് തൊട്ടു മുമ്പ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ മിലിറ്റൻസിനെ
ഇസ്രായേൽ എങ്ങനെയാണ് തവിട് പൊടിയാക്കിയത് അന്ന് മുതൽ ഞാൻ കൗണ്ട് ചെയ്തു. ഇറാന്റെ പതനം തുടങ്ങാറായി. എൻ്റെ കാര്യം എന്താ? ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഏകദേശം 100 ബില്യൺ വരുന്ന പണം, ഈ ഓയിലിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ബിൽഡപ്പ് ചെയ്തതാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു പ്രോക്സി. 100 ബില്യൺ ആലോചിച്ച് നോക്കുക. അതേപോലെ അത്രയും പണം, അതിനേക്കാളും കൂടുതൽ പണം, അത്ര ഇല്ല, അതിനേക്കാളും അത്ര തന്നെ വരുന്ന പണം കൊടുത്ത് ബിൽഡപ്പ് ചെയ്താണ് ഹൂത്തീസ്, യമനിലുള്ളവർ. അത് ഷിയ ബേസ്ഡ് ആണ്. അതേപോലെ തന്നെ ഹമാസ്, അത് സുന്നിയാണ്. ഇറാഖിന്റെ പല ഭാഗത്തും ജോർദാന്റെ ഭാഗത്തുമുള്ള ഷിയ മറ്റു മിലിറ്റന്റ് ഗ്രൂപ്പുകൾ. അപ്പം ഇവർക്ക് ഇത്രയും പണം കൊടുത്ത് അവരെ ബിൽഡപ്പ് ചെയ്ത് അവരുടെ ഫ്രണ്ട് ലൈനായിട്ട്, അതായത് മിഡിൽ ഈസ്റ്റ്, ഇപ്പോൾ സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഇവരായിരിക്കും മുമ്പിൽ നിൽക്കുക. പക്ഷെ ഇവരുടെ പ്രോപ്പർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ മുമ്പിൽ നിർത്തണം. ഇത് തകർന്നു പോയതാണ് ബേസിക്കലി ഇറാന്റെ വെടിനിർത്ത് പോയത്. പിന്നീട് ഈ 11 ദിവസം 12 ദിവസം എന്ന വാറില് ഇറാന്റെ അടിത്തട്ട് മുഴുവനും ഇളകി. പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അമേരിക്കൻ സാങ്ഷൻ, ഗ്ലോബൽ രാജ്യങ്ങളുടെ സാങ്ഷനും ഇതെല്ലാം കൂടെ വന്നിട്ട് സാമ്പത്തികമായിട്ട് തകർന്ന നാശമായി. പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേനെ. ഈ ഹമാസിനെ കൊണ്ട് ഈ പരിപാടി ചെയ്യാതിരിക്കുകയും ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇറാൻ ഫർദറും പോയേനെ. പക്ഷെ അവരുടെ മുഴുവനും താളം തെറ്റിയത് ഹമാസ് ചെയ്ത സംഭവം ഒക്ടോബർ 7 അതിനുശേഷമാണ് നിങ്ങൾ നോക്കുക, മിഡിൽ ഈസ്റ്റ്, അറേബ്യൻ രാജ്യങ്ങളിൽ ഇറാനുമായി ബന്ധപ്പെട്ട പ്രോക്സിസ്, അവരുടെ തകർച്ചയും ഇറാന്റെ തകർച്ചയും. അതോടുകൂടി ഒരു കാര്യം എനിക്കൊന്ന് കൃത്യമായി, ഷിയ ഭരണകൂടം ഫർദർ പോകാൻ പാടാണ്. എങ്ങനെ ഫർദർ പോകും? രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു, കറൻസി ഇല്ലാതായി. പിന്നെ എങ്ങനെ ഫർദർ ആ രാജ്യം മുന്നോട്ട് പോകും? അവർക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. എല്ലാ രീതിയിലും ആ രാജ്യത്തെ ഡൊമസ്റ്റിക് ഇഷ്യൂ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹിജാബൊക്കെ അങ്ങ് പോയി. അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ഷിയായിൽ, അവിടെ മാറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മസൂദ് പെഷഷ്കാൻ തന്നെ ആയിരിക്കും അതിൻ്റെ പ്രസിഡന്റ്. പിന്നീട് ഇസ്ലാമിക് റെജീമും ഈ പറയുന്ന ഷിയ റെജീമും ഒന്നും ആയിരിക്കത്തില്ല അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം പ്രോസ്പറസ് ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ട് മാറി. ഈ കഴിഞ്ഞ 40 വർഷം ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞിട്ട് ഇറാനിലുണ്ടായ കൾച്ചർ റവല്യൂഷൻ എന്നാണ് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അധോഗതിയായിരുന്നു. ഉറപ്പായിട്ടും അമേരിക്ക ചെയ്ത പരിപാടിയാണ്. അയത്തുള്ള ഖൊമേനിയെ കൊണ്ടുവരും, പലവാറ റസ അയാളെ പിടിച്ച് മാറ്റി, അയാൾ ഇങ്ങനെ വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പറയാനുണ്ടായ കാരണം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇറാനിലെ ചേഞ്ചസിന് വേണ്ടി. അതോടുകൂടി ഇറാനിലെ ഈ ഷിയ ഭരണകൂടം അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയാണ്. പിന്നീട് നിങ്ങളിത് കണ്ടോണം, ഷിയയുടെ മദ്രസകൾ, പള്ളികൾ ഇതെല്ലാം പൊളിക്കും. കാരണം അവിടെയുള്ള ജനങ്ങൾ മഹാഭൂരിപക്ഷം ഇറാന്റെ റിലീജിയസ് ഭരണത്തിനെതിരായി. കാരണം ആ മതം ഉപയോഗിച്ചാണ് അത് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ഇന്ത്യക്ക് ഒരു താക്കീതാണ്. ഹിന്ദു മതം ഉപയോഗിച്ച് നിങ്ങൾ ഭരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. കാരണം ഈ ജയ് ശ്രീറാം വിളി എന്ന് പറയുന്ന കാൽക്കുലേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അൺഎംപ്ലോയിഡ് ആൾക്കാരാണ് ഇത് മുഴുവനും ചെയ്യുന്നത്. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അൺഎംപ്ലോയ്മെന്റ് ജയ് ശ്രീറാം വിളികളും അതേപോലെ ബജരാങ്കളുമായിട്ട് വലിയ സാമ്യമോ വലിയ അകൽച്ചയൊന്നുമില്ല. ഇതെല്ലാം ഒരു സാധനം തന്നെയാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇറാനിൽ നടക്കുന്നത്. സാമ്പത്തികമായിട്ട് തളർച്ച, തകർന്ന് തരിപ്പണമായി, ലോകത്ത് ഒരു രാജ്യവുമായിട്ട് ബന്ധമില്ലാതായി, ഒരു രാജ്യം അവരുടെ നിന്ന് ക്രൂഡ് മേടിക്കാതായി, അവരുടെ മാക്സിമം അവർ നോക്കി പിടിച്ചു നിൽക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ആൾക്കാർക്കും 1500 ഇന്ത്യൻ കറൻസി, അതായത് ഏകദേശം 5 പൗണ്ട് വെച്ച് അവർ കൊടുക്കുന്നത്. എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണം. ചിലപ്പോൾ ഇതോടുകൂടി ലോകത്ത് നിന്നും ഷിയ എന്ന് പറഞ്ഞ സാധനമില്ലാതായി പോകും. മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ സുന്നികളുടെ സലഫി വഹാബിസം, അത് സൗദി അറേബ്യ UAE എടുത്ത് തോട്ടിക്കളഞ്ഞു. ഇനി അത് എക്സിസ്റ്റ് ചെയ്യുന്ന ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഹാർഡ് കോർ ആയിട്ടുള്ള
റാഡിക്കലായിട്ടുള്ള ഇസ്ലാം, ഷിയ, ഈ സാധനങ്ങൾ ഇല്ലാതാവുക ലോകത്ത് നിന്ന്. അതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഷിയ എന്ന് പറഞ്ഞൊരു സംഭവം ഇസ്ലാമിക വേൾഡ് ലോകത്ത് നിന്ന് ഇല്ലാതാവുന്നു. പകരം നോക്കുക, ഇറാനിൽ ആരാണത് റീപ്ലേസ് ചെയ്ത് വരുന്നത്? ക്രിസ്ത്യാനിറ്റി. ഈ മാസ അമീനിയുടെ ഇഷ്യൂ എന്ന് പറയുന്ന ചെറിയ ഇഷ്യൂ അല്ല ഇറാനിലുണ്ടായത്. അത് കയറി എത്രമാത്രം കയറി. അതായത് ഹിജാബാണ് ഇഷ്യൂ. ഹിജാബ് മാത്രം വന്ന അത് ഫ്രീഡത്തിലോട്ട് പോയി. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകളെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഫ്രീഡമുള്ള രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പറയുന്ന ഇറാൻ തന്നെയാണ്. ഹിജാബിന്റെ പ്രശ്നം കണ്ട സ്ത്രീകൾക്കൊരു പവറുണ്ട്, പക്ഷെ അവർക്ക് പബ്ലിക് സ്പെയറിൽ വരാൻ പറ്റത്തില്ല. അതിനെയാണ് ഇവര് ഈ പറയുന്ന ഷിയ ഭരണകൂടം എത്രമാത്രം മതത്തെ ഉപയോഗിച്ച് ആ രാജ്യത്തെ നശിപ്പിച്ചു. ഇത് ലോകത്തെല്ലാവർക്കും പാഠമാണ്. മതത്തെ ഉപയോഗിച്ച് പൊളിറ്റിക്സും ഒരു രാജ്യം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതാണ് ഇറാനിൽ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം അല്ലല്ലോ. ജനാധിപത്യമായിട്ടൊരു സർക്കാരുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ല. ഹൈലി കറപ്റ്റഡ് ആണ് അവർക്കൊന്നും. കാരണം ഒരു ജുഡീഷ്യറി ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ബ്യൂറോക്രസി ആണെങ്കിലും അവരുടെ ഏറ്റവും അവസാന വാക്കായ പട്ടാളത്തെ മുഴുവൻ ഇവരുടെ കൺട്രോളിലാണ്. ഇറാന്റെ തകർച്ചയോടുകൂടി ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, October 8, 2023 ഈ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ചരിത്രപരമായ ഒരു ദിവസമാണത്. അത് മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ മുഴുവനും മാറ്റിമറിക്കും. എന്നേക്കുമായിട്ട് പാലസ്തീൻ ഇല്ലാതാവും. ഗാസയുടെ കാര്യം നിങ്ങൾക്കറിയാം. ഇതൊക്കെ ചുമ്മാ ഗിമിക്സ് എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. മറ്റുള്ള പല രാജ്യങ്ങളും UN-ലും പാലസ്തീനും ഇതൊക്കെ പറയുന്ന ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ അമേരിക്ക ബ്രോക്കർ ചെയ്തെടുത്ത ഗാസ അക്കോർഡ് നിങ്ങൾ വായിച്ചു നോക്ക്. കംപ്ലീറ്റ് വൺ സൈഡഡ് ആണ്. അതിനകത്ത് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഒരു നേരം പോക്കിന് പോകുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അറബ് രാജ്യങ്ങൾക്ക് പോലും ഇന്ന് പാലസ്തീൻ വേണ്ട. കാരണം അവർക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം, അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം ഇൻക്ലൂഡിങ് ISIS ഉണ്ടാകുന്നതും അൽ ഖൈദയൊക്കെ ഉണ്ടാകുന്ന ഒറിജിനേഷൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന്. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഇതെല്ലാം ഒരു ഫാമിലി ഭരണമാണ്, ജനാധിപത്യമൊന്നുമല്ല. അതിനെ വല്ലാത്ത രീതിയിൽ ഇതിലേക്ക് ബാധിക്കും. ഈ മുല്ലപ്പൂ വിപ്ലവം, അറബ് സ്പ്രിങ്, അറബ് രാജ്യങ്ങളിൽ വെടിതീർത്തങ്ങ് പോയി. പിന്നീട് എത്ര രാജ്യങ്ങൾ അവരുടെ രാജഭരണമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചു? എത്ര രാജ്യങ്ങൾക്കാണ് റിലീജിയസ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പല അറബ് രാജ്യങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ രാജ്യം തന്നെ തകർന്നു പോകും. കാരണം അടുത്ത സ്റ്റേജ്, റാഡിക്കൽ ഇസ്ലാമിൻ്റെ അടുത്ത സ്റ്റേജ് ആ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ ഈ വിശുദ്ധ നോമ്പ് സമയത്ത് പള്ളികളുടെ അകത്ത് ഇവർ കൊണ്ട് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കൊണ്ട് ബോംബ് വെച്ചത്. കാരണം അവർക്ക് ആ ഇസ്ലാം ഇഷ്ടപ്പെടുന്നത്, അവർക്ക് ഹാർഡ് കോർ തീവ്രതയാണ്. എന്നാണ് പിന്നെ താലിബാനിൽ സംഭവിച്ചത്. അവർ തന്നെ പെട്ടിരിക്കുകയാണ്. ഇതാണ് ലോകത്ത് മുഴുവനും സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറയാം, മതവും രാഷ്ട്രീയവും വേറെയാണ്. അത് ഇന്ത്യയുടെ വലിയൊരു കലികാലമാണ് ഈ മതവും രാഷ്ട്രീയവും ഒരുമിച്ച്. എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടാൻ പോകേണ്ട എങ്ങനെയാണ് വെനീസിലേക്ക് കിട്ടിയത്? അവിടെയുള്ള ഒരാളുകളും, അതായത് ഈ പറയുന്ന ഷിയ കമ്മ്യൂണിറ്റിയുമായിട്ടും അവരുടെ ആൾക്കാർക്ക് പണമൊക്കെ കിട്ടുന്ന ഒരു ഒഴികെ IRGC ആണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ ഇവർക്കൊന്നും ഈ പറയുന്ന റിഷീം, അതായത് അവിടുത്തെ ഇപ്പം നടക്കുന്ന സുപ്രീം ലീഡർ നടത്തുന്ന ഭരണത്തോട് യോജിച്ചു പോകാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് നിബന്ധനകൾ മാത്രമല്ല, ആ രാജ്യം പ്രോസ്പറസും അല്ല, ആ രാജ്യം മുന്നോട്ട് പോയിട്ടില്ല. ഉറപ്പായിട്ടും ഡിജിറ്റൽ തന്നെയാണ് ഇതിൻ്റെ കാരണം. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുക അവിടുത്തെ ലോകം എങ്ങനെയാണ് മാറുന്നത്, ലോകം എങ്ങനെയാണ് ഇസ്ലാമിക ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, അവരെത്രമാത്രമാണ് സാമ്പത്തികമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ മുന്നേറുന്നത്. എന്നിട്ടും ഇത്രമാത്രം അസറ്റും കൂടും. അതായത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഈ അഗ്രികൾച്ചറുള്ള രാജ്യം ഇതാണ്.
കുടിവെള്ളമില്ല, ടാങ്കുകൾ മുഴുവനും പോയി. അപ്പം അണക്കെട്ടുകൾ വറ്റി വരണ്ട്. പിന്നെ ഒരു മഴ പെയ്തു. എല്ലായിടത്തും പ്രശ്നങ്ങൾ. പ്രോപ്പറായിട്ട് വായുവില്ല. ഇറാൻ ടെഹ്റാൻ നഗരമാണ് ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി. അത് കഴിഞ്ഞ് ഡൽഹി നഗരത്തിൻ്റെ പേരൊക്കെയാണ് പറയുന്നത്. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പറയാൻ പോകുന്നൊരു കാര്യമാണ്, ഈ പറയുന്ന ഹമാസ് എന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഇറാന്റെ കാര്യത്തിലും തീരുമാനമായി. ഇപ്പം അലി ഖമൈനിയുടെ കാര്യത്തിൽ തീരുമാനം. അദ്ദേഹം കുടുംബവുമായിട്ടങ്ങ് അവിടുന്ന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇയാളെ തട്ടും. അപ്പം ഇതോടുകൂടി ഇയാളെ രക്ഷപ്പെടുകയും, അതായത് ഷിയ എന്ന് പറഞ്ഞാൽ നിലനിൽക്കണമെന്ന് പല രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട്. അല്ലെങ്കിൽ അത് സുന്നി ഡോമിനേറ്റഡ് ഇസ്ലാമായിട്ട് മാറും. ഇതിനകത്ത് മൾട്ടിപ്പിൾ പല ഗെയിമുകളൊക്കെ ഉണ്ട്. കാരണം അതിനകത്ത് ഒരു വ്യാപ്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് എന്താണ് ഹൂത്തികൾക്ക് സംഭവിച്ചത്. ഹൂത്തികൾ മിണ്ടാതായി. യമൻ തന്നെ രണ്ടായി, സൊമാലിയ രണ്ടായി, ലെബനൻ ആ രാജ്യം പൂർണ്ണമായിട്ട് സറണ്ടേർഡായി. സിറിയ പഴയ ISIS ഭീകരനാണ് ഇന്നവിടെ ഭരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് പ്രോ അമേരിക്കൻ. ഇതാണ് ലോകത്തുണ്ടായ ചേഞ്ച്. ഈ ചേഞ്ച് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മതഭരണവുമായിട്ട് മുന്നോട്ട് പോയാൽ, ഈ പറയുന്ന ഇറാനാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും മതഭരണം മാറ്റിയതിൻ്റെ പേരിൽ അവരൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഒരു കാര്യം തീർത്തും പറയാം, ഇറാൻ്റെ തകർച്ചയോടുകൂടി മിഡിൽ ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ഏഷ്യയിൽ അവിടെ സമാധാനം പൂർണ്ണമായിട്ട് വരാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം ഇറാനായിരുന്നു ഈ പ്രോക്സീസിനെ മുഴുവൻ സിറിയയിലാണെങ്കിലും ലെബനനിലാണെങ്കിലും യമനിലാണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾക്കെതിരെ, സുന്നി രാജ്യങ്ങൾക്കെതിരെ ഇത്രമാത്രം പ്രോക്സീസിനെ ഉണ്ടാക്കി ഫണ്ട് ചെയ്ത് ട്രെയിൻ ചെയ്തത്. പക്ഷേ ഇവരെ ഒക്കെ നശിപ്പിച്ചത് ഇസ്രായേലാണ്. ആ ഒരു സംഭവം ഇസ്രായേൽ അങ്ങ് ഏറ്റെടുത്തു. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്സും അവരുടെ ജിയോ പൊളിറ്റിക്സും അവരുടെ ഗ്ലോബൽ സ്ട്രാറ്റജി, അവർ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്, അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏകദേശം പഠിക്കുവാൻ സാധിക്കും. ആ പ്രദേശത്ത് ഇസ്രായേൽ അമേരിക്ക പോലും മറ്റൊരു പ്രബലമായ രാഷ്ട്രമായിട്ട് ഇസ്രായേൽ മാറുന്നു. ആ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതാണ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതിലേക്കാണ് വരാനുള്ള ദിവസങ്ങളിൽ ഇറാൻ ക്രൈസിസ് എത്തി നിൽക്കുന്നതും പോയി നിൽക്കുന്നതും. ഇവിടെ പോയി ഇതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ ഒരു എൻഡ് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.